കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസി. നമസ്കാരം. സുഗുനോ ഭവന്തുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, സ്കൂളൊക്കെ തുറന്നു അല്ലേ? സ്കൂളിലേക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ ആവേശത്തോടെ പോവുകയാണ്. അതിനിടയ്ക്ക് പഠിത്തവും അവരുടേതായ കുറെ സമയങ്ങളും കളികളും ചിരികളൊക്കെ നടക്കുന്ന ഇടയിൽ തന്നെ യോഗാ പരിശീലനങ്ങളും ഒരു വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്കൂള് തുറക്കുമ്പോൾ അവർക്ക് ഈ യോഗ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരു പ്രിയ ആന്റണിയാണ്. നമുക്ക് യോഗാ ഗുരുവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മള് പ്രത്യേകിച്ച് കുട്ടികളുടെ യോഗയെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയപ്പെട്ട യോഗാ ഗുരുവിന് പറയാനുള്ളത്? എല്ലാവരും സ്കൂളൊക്കെ തുറന്ന് പുതിയ ബാഗും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. വെക്കേഷൻ സമയത്തൊക്കെ കുറെ സമയം ഉണ്ടായിരുന്നു നമുക്ക് യോഗ പരിശീലനത്തിനും മറ്റ് കായിക വിനോദങ്ങൾക്കും ഒക്കെ നമുക്ക് സമയമുണ്ടായിരുന്നു കുട്ടികൾക്ക്. പക്ഷെ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പഠനമുണ്ട്, പലർക്കും ട്യൂഷനുണ്ട്. അതുമാത്രമല്ല പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ശരിയാണ്, പഠനം തന്നെയാണ് കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് തന്നെ പറയാം. എന്നാൽ ഈ വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ യോഗ പരിശീലിച്ച കുട്ടികള് സമയപരിമിതി മൂലം പലർക്കും യോഗ തുടർന്ന് പരിശീലിക്കാൻ പറ്റാതെ പോകാറുണ്ട്. അല്ലെങ്കിൽ ചില കുട്ടികള് ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഈ പഠനത്തോടൊപ്പം തന്നെ എന്തുകൊണ്ട് യോഗ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത, അതാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികൾ എപ്പോഴും വളരെ ആക്റ്റീവാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് കുറച്ച് മൂവ്മെന്റ്സ് കുറച്ച് കുറവാണ്. കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്നേൽ മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ടാബ്, അല്ലെങ്കിൽ TV. പല കുട്ടികൾ ഇന്ന് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെയൊക്കെ പരിമിതികൾ മൂലം അവരുടെ മൂവ്മെന്റ്സ് പണ്ടത്തതിലും കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ദിവസേനയുള്ള യോഗ പരിശീലനത്തില് അവരുടെ ശരീരത്തിൽ കുറെ കൂടെ ഒരു ഫിസിക്കലി കുറെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്തും കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ പേശികളുടെ ബലം, ആ ശരീരത്തിന്റെ ബാലൻസ്, അത് മാത്രമല്ല ശരിയായിട്ടുള്ള ഒരു പോസ്ചർ കറക്ഷൻ. പല കുട്ടികളും ഇരിക്കുന്നത് ശരിയായ രീതിയിലല്ല. ക്ലാസ്സിലിരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ പോസ്ചർ കറക്റ്റായിട്ട് വരാനായിട്ട് ശരിയായിട്ടുള്ള യോഗ പരിശീലനം അവരെ സഹായിക്കും. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഒരു കോർഡിനേഷനും ബാലൻസും. ഇപ്പോൾ യോഗ പരിശീലനത്തിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വൃക്ഷാസനം എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. അത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു യോഗാസനമാണ്. കുട്ടികളൊക്കെ അത് പെട്ടെന്ന് ചെയ്തെടുക്കും. തുടക്കത്തിൽ ഒരു പക്ഷേ കുട്ടികൾക്ക് ആ ബാലൻസ് തുടക്കത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി പതുക്കെ പതുക്കെ ആ യോഗാസനത്തിൽ ഒരല്പസമയം, പക്ഷെ അവർ സ്ഥിരമായിട്ട് ഇത്തരം യോഗാസനങ്ങൾ, പ്രത്യേകിച്ച് ബാലൻസിങ് പോസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സ്റ്റെബിലിറ്റി കുറച്ചും കൂടെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു കോർഡിനേഷനും ബാലൻസും കുട്ടികൾക്ക് പതുക്കെ പതുക്കെ കൈവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കോർഡിനേഷനും ബാലൻസും വന്നാൽ തന്നെ അവർക്കൊരു മെന്റൽ ക്ലാരിറ്റി പതുക്കെ പതുക്കെ അവര് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അത് ചെറിയ പ്രായം തൊട്ടേ ഇത്തരം പരിശീലനങ്ങൾ കൊടുത്തു പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരു ദിശാബോധവും കുറെ കൂടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവും ഒക്കെ പതുക്കെ ഇംപ്രൂവ് ചെയ്യാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഓർമ്മശക്തി, കോൺസെൻട്രേഷൻ, ഫോക്കസ്. ഇത് മൂന്നും വർദ്ധിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു പരിശീലന മാർഗമാണ് യോഗ. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പഠനമെന്ന് പറയുന്നത് വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ച് പഠനത്തിൽ നല്ല മികവ് കാണിച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും അതിന് നല്ല ഓർമ്മശക്തിയും കോൺസെൻട്രേഷനും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി പഠിക്കാനും അത് പരീക്ഷ വരുമ്പോൾ ശരിയായ രീതിയിൽ അത് കൊടുക്കാനും സാധിക്കുകയുള്ളൂ. പല കുട്ടികളും പറയുന്ന ഒരു ബുദ്ധിമുട്ട്, സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരല്പസമയം കൂടുതലായി പഠിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്നു. പലപ്പോഴും അവരുടെ മനസ്സ് പല ചിന്തകളിലേക്ക് പോകുന്നു, ഡിസ്ട്രാക്ഷൻസ് വരുന്നു.
പഠിക്കുമ്പോൾ ബോറടിക്കുന്നു, ഒരു മടുപ്പ് തോന്നുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും കുട്ടികൾ പറയാറുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു പരിഹാര മാർഗമാണ് യോഗ പരിശീലനം. കുട്ടികൾക്കാണെങ്കിൽ യോഗ പരിശീലനത്തോടൊപ്പം തന്നെ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയുള്ള മെഡിറ്റേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത്തരം മെഡിറ്റേഷൻസ് ഒക്കെ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് കൂടുതലും ഇത്തരം കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. അത് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ വളരെയധികം മെച്ചപ്പെടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് അവരുടെ ഉറക്കത്തിന്റെ കാര്യത്തിലാണ്. യോഗ പരിശീലനം ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ അടുക്കും ചിട്ടയും തന്നെയാണ് ശരിയായ ഒരു ഉറക്കം നമുക്ക് ലഭിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. വെക്കേഷൻ പോലെ അല്ലല്ലോ, നമ്മൾ ഇനി കുട്ടികള് നേരത്തെ ഉറങ്ങണം, അതിരാവിലെ എഴുന്നേക്കണം, അവരുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ നല്ലൊരു ജീവിതശൈലി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സും ശരീരവും ആരോഗ്യത്തോടെ നിൽക്കും. നമുക്ക് ശരീരത്തിനും മനസ്സിനും അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടാണ്. പഠനത്തില് സ്കൂളിൽ നിന്ന് അവധിയെടുക്കേണ്ട വരുന്ന അവസ്ഥകൾ ഉണ്ടാകും. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് യോഗ മാർഗം. കാരണം യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം മെച്ചപ്പെട്ടിരിക്കും. അങ്ങനെ ശരിയായ ഒരു ഉറക്കം നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിനും അതിൻ്റെതായ ഊർജവും ആരോഗ്യവും ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമാണ്. നമ്മളൊരു പക്ഷേ വിചാരിക്കുന്നുണ്ടാകും മുതിർന്നവരുടെ അത്രയും ടെൻഷനും സ്ട്രെസ്സും ഒന്നും കുട്ടികൾക്കില്ലല്ലോ എന്നുള്ളത്. എന്നാൽ കുട്ടികൾക്ക് അവരുടേതായ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും മാതാപിതാക്കളെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അവർക്ക് അവരുടെ മനസ്സിൽ ഉള്ള സംഘർഷം പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടും പല കുട്ടികളും ഇത് മനസ്സിൽ സപ്രസ് ചെയ്യാണ്, അല്ലെങ്കിൽ അടിച്ചമർത്തി വെക്കുകയാണ്. അവർക്ക് എങ്ങനെ പറയണം, എന്താണ് അവരുടെ മനസ്സിന്റെ സംഘർഷം എന്ന് പറയാൻ പോലും പല കുട്ടികൾക്കും അറിയില്ല. അപ്പം ഇത്തരം സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളുണ്ട്. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത്തരം റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ഉള്ള കുട്ടികളുണ്ട്. അത്തരം കുട്ടികളും പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കാറുണ്ട്. ഏറ്റവും വലിയൊരു മാനസിക സമ്മർദ്ദം ഇന്ന് മത്സര ബുദ്ധിയോടുകൂടെയുള്ള ഒരു പഠന രീതിയാണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ മത്സര ബുദ്ധിയോടുകൂടിയുള്ള ഒരു പഠന രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സ്ട്രെസ് അവർക്ക് ഡെയിലി ബേസിസിൽ ഉണ്ടാകാറുണ്ട്. ഈ സ്ട്രെസ് പലപ്പോഴും കുട്ടികളെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് തള്ളിവിടാറുണ്ട്. അത് വയറുവേദനയായിട്ടും അസിഡിറ്റി ആയിട്ടും നെഞ്ചിരിച്ചിലായിട്ടും തലകറക്കമായിട്ടും ഒക്കെ അവർക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് യോഗ. കാരണം യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അവരുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട്, അത് കൈകാര്യം ചെയ്യാൻ ഏറ്റവും മനോഹരമായി അവർ പഠിച്ചിരിക്കും. കാരണം സ്ട്രെസ് നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. അത് ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തൊട്ടേ അവർ കൈകാര്യം ചെയ്തുകൊണ്ട് വന്നാൽ ആ കുട്ടി മുതിർന്നു കഴിയുമ്പോഴും അവര് അനുഭവിക്കാൻ സാധ്യതയുള്ള മാനസിക സംഘർഷങ്ങൾ വളരെ നല്ല രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് തന്നെ ആയിരിക്കണം ശരിക്കും ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. യോഗ പരിശീലനം വഴി അവർക്ക് കുറെ കൂടെ റിലാക്സേഷനും അവർക്ക് കുറെ കൂടെ ഒരു ഇന്നർ പീസും ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും. കാരണം യോഗയില് പ്രാണായാമങ്ങളുണ്ട്, ബ്രീതിങ് എക്സസൈസ് ഉണ്ട്. ബ്രീതിങ് എക്സസൈസ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുറെ കൂടെ റിലാക്സേഷൻ അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടെ നല്ല ഒരു സന്തോഷപ്രദമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. മറ്റൊന്ന്, കുട്ടികളിൽ ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു കാര്യം ആർദ്രത. മറ്റു കുട്ടികളോട് അവര് കാണിക്കേണ്ട കരുണയും സ്നേഹവും ആർദ്രതയും ഇന്ന് കുട്ടികളിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മത്സര ബുദ്ധിയാണ് ഇന്ന് പല കുട്ടികൾക്കും. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയേക്കാൾ മിടുക്കനായിരിക്കണം അല്ലെങ്കിൽ മിടുക്കിയായിരിക്കണം ഞാൻ എന്നുള്ള ചിന്ത പലപ്പോഴും ആർദ്രത കുറയാനും അവരോടുള്ള സ്നേഹം കുറയാനും അവരോട് മനസ്സിൽ അസൂയയും വിദ്വേഷവും ഒക്കെ ഉണർത്തി മനസ്സിൽ കൊണ്ടുവരാനും ഒക്കെ ഇടവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത്.
എന്നാൽ യോഗ പരിശീലനം നമ്മളെ കുറെ കൂടെ സ്നേഹവും ആർദ്രതയും കരുണയുമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. ചെറിയ പ്രായം തൊട്ടേ ഇത്തരം ആർദ്രത പരിശീലിക്കുന്ന ഒരു കുട്ടി അവരുടെ ജീവിതത്തിലുടനീളം സഹജീവികളോട് സ്നേഹത്തിലും സമാധാനത്തിലുമൊക്കെ വർദ്ധിക്കാനായിട്ട് ഇടവരും. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കും ജീവിക്കുന്നത്. ഒരു നല്ല വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഒരു വ്യക്തി എത്രയും കൂടുതൽ സമ്പാദിക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ ജോലി നേടാൻ എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമായിരിക്കരുത്. ഒരു നല്ല മനുഷ്യനായി ജീവിതകാലം മുഴുവനും മറ്റുള്ളവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ കടന്നു പോകുന്ന വഴി നമുക്ക് പകരാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരു വ്യക്തി ഉയർന്നു വരണം. ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് ഒരു നല്ല സഹായിയാണ് യോഗ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണ രീതിയിലാണ്. ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും രാവിലത്തെ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട്. സമയമില്ല, ബസ് നേരത്തെ വരുന്നു, അല്ലെങ്കിൽ നേരത്തെ അതിരാവിലെ പോകണം, വിശപ്പില്ല, കഴിക്കാൻ മടി, സമയമില്ല. ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണമാണെങ്കിലും സമീകൃത പോഷകാഹാരമല്ല. വൈകുന്നേരം വരുമ്പോഴും നമുക്ക് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളായിരിക്കും കൂടുതലും അവർ കഴിക്കുന്നത്. ബേക്കറി ഐറ്റംസ്, മൈദ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ. ഈ ഒരു ഭക്ഷണ രീതി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ രോഗം പിടിപെടും. അതുമാത്രമല്ല അവരുടെ രോഗപ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കും. എന്നാൽ യോഗ പരിശീലനം സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം ഭക്ഷണത്തോടൊക്കെ ഉള്ള ഒരു ആസക്തി കുറയുകയും ജീവനുള്ള അല്ലെങ്കിൽ ശരീരത്തിന് ഊർജം തരുന്ന ഭക്ഷണം കൂടുതലായി കഴിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് സ്വാഭാവിക തലത്തിൽ തന്നെ തോന്നും. കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്ന ഒരു നല്ല ഡയറ്റ്, ആ ഒരു സ്ഥിതിയിലേക്ക് പതുക്കെ നമുക്ക് മാറാൻ സാധിക്കും. അത് നിർബന്ധപൂർവമല്ല, ഒരു സ്വാഭാവിക തലത്തിൽ തന്നെ നമുക്ക് മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതാണ് യോഗയുടെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല ഒരു സന്ദേശം തന്നെയാണല്ലേ. അതായത് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ജങ്ക് ഫുഡിലും ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടാതെ തന്നെ അവരുടെ പഠനം എന്നത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പറഞ്ഞതുപോലെ ഒരു 45 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഈ പറഞ്ഞ യോഗാ മുറകളും യോഗാ രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ടൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട യോഗാ ഗുരുവിന്റെ ഈ പറഞ്ഞ സന്ദേശങ്ങളും ഈ പറഞ്ഞ യോഗാ മുറകളൊക്കെ കുട്ടികളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു യോഗാ വിശേഷവുമായി സുബിനോ ബന്ധു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുനോ ഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.